നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. നികുതി വർധനവിനും ധനവകുപ്പിനും എതിരെ KPCC എക്സിക്യൂട്ടീവ് യോഗത്തിൽ വിമർശനം. ഇപ്പോഴുള്ള സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം ധനവകുപ്പിൻ്റെ കെടുകാര്യസ്ഥതയാണെന്ന് VD സതീശൻ വിമർശിച്ചു. ഓർഡിനൻസിലൂടെ നികുതി വർധനവ് അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല, ഇത് സർക്കാരിന് ദോഷം ചെയ്യും എന്നും VD സതീശൻ പറഞ്ഞു. നിയമസഭയിൽ പോലും ചർച്ച നടത്താതെ നികുതി വർധനവ് ഏർപ്പെടുത്തിയത് ശരിയായില്ല എന്ന അഭിപ്രായമാണ് KPCC വൈസ് പ്രസിഡന്റ് VD സതീശൻ പ്രകടിപ്പിച്ചത്. പാർട്ടിയുടെ ഒരു വേദിയിലും നികുതി വർധനവിനെ കുറിച്ച് ചർച്ച നടത്തിയില്ല. ധനവകുപ്പിന്റെ പിടിപ്പുകേടാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്നും VD സതീശൻ കുറ്റപ്പെടുത്തി. നികുതി പിരിവ് പോലും കൃത്യമായി നടത്താതെ പ്രതിസന്ധി ഉണ്ടാക്കി. ഇങ്ങനെ പ്രതിസന്ധി ഉണ്ടാകുന്നതും നികുതി വർധനവ് ഏർപ്പെടുത്തുന്നതും ജനങ്ങളെ സർക്കാരിന് എതിരാക്കും. അവസാന വർഷം ജനവികാരം എതിരാകുന്നത് ഗുണകരമാകില്ലെന്നും സതീശൻ തുറന്നടിച്ചു. KSRTCയിൽ സെസ് ഏർപ്പെടുത്തിയതിനെയും സതീശൻ KPCC ഭാരവാഹി യോഗത്തിൽ വിമർശിച്ചു. AICC നിശ്ചയിച്ച ഷെഡ്യൂൾ പ്രകാരം സംസ്ഥാനത്ത് സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് VM സുധീരൻ ആമുഖമായി യോഗത്തെ അറിയിച്ചു. എന്നാൽ KPCC പ്രസിഡന്റിന്റെ കേരളയാത്രയ്ക്ക് മുമ്പ് മുൻ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾക്ക് സംഘടനാ പദവി നൽകണമെന്ന് KPCC ജനറൽ സെക്രട്ടറി M ലിജു യോഗത്തിൽ ആവശ്യപ്പെട്ടു. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. ശ്രീ ജോസഫ് വാഴക്കൻ MLA, ശ്രീ KNA ഖാദർ MLA, ശ്രീ ആന്റണി രാജു, ശ്രീ ജേക്കബ് ജോർജ് എന്നിവരാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ ജോസഫ് വാഴക്കൻ, ആദ്യം കേരള കോൺഗ്രസ് M ധനമന്ത്രിയുടെ നേതൃത്വത്തിൽ നികുതി വർധനവിനെതിരെ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുന്നു. ഇന്നലെ മുസ്ലിം ലീഗ് പ്രവർത്തക സമിതി നികുതി വർധനവിനെതിരെ നിലപാടെടുക്കുന്നു. ഇന്നിപ്പോൾ KPCC തന്നെ നികുതി വർധനവ് ശരിയായ ആലോചനയോടുകൂടിയല്ല എന്ന വിമർശനം ഉന്നയിക്കുന്നു. ഇപ്പോൾ അല്പം മുമ്പ് VM സുധീരൻ പറഞ്ഞത് ഇക്കാര്യത്തിൽ VD സതീശൻ്റെ വിമർശനം അത് സർക്കാരിനെ അറിയിക്കും KPCC എന്നാണ്. അപ്പോൾ ആരോടും ആലോചിക്കാതെ ആരുമായും ചർച്ച ചെയ്യാതെ എടുത്ത ഒരു തീരുമാനമായിരുന്നോ നികുതി വർധന? നികുതി വർധനവ് നടത്തിയിട്ടുള്ളത് കേരള ഗവൺമെന്റാണ്. മന്ത്രിസഭയിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ എല്ലാ നേതാക്കളും ഉൾക്കൊള്ളുന്നതാണ്, പ്രമുഖ നേതാക്കൾ ഉൾക്കൊള്ളുന്നതാണ് കേരളത്തിലെ ക്യാബിനറ്റ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് രാഷ്ട്രീയ കക്ഷികളുടെ ഒരു കോൺസെൻസസ് കൂടി, ഐക്യജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷികളുടെ കോൺസെൻസസ് കൂടി അതിനകത്തുണ്ട് എന്ന് വേണമല്ലോ നമുക്ക് കരുതാൻ. ഒരുപക്ഷെ അതിനുശേഷം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് അതിൽ ചില കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായ വ്യത്യാസം ഒരുപക്ഷെ രേഖപ്പെടുത്തിയിട്ടുണ്ടാകാം. അത് പലതും ന്യായവുമാണ്. പ്രത്യേകിച്ച് ഭൂമിയുടെ ന്യായവിലയൊക്കെ നിശ്ചയിച്ചിരിക്കുന്നതിനെ കുറിച്ച്. ന്യായവില പല സ്ഥലങ്ങളിലും ഇപ്പോൾ തന്നെ നിലവിലുള്ളതിനേക്കാൾ കൂടുതലായിട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഒരുപാട് അപാകതകൾ നേരത്തെ ഉണ്ടായിരുന്നു, പരാതികൾ ഉണ്ടായിരുന്നതാണ്. പക്ഷെ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു വിശദമായ പഠനം നടത്തി ഓരോ പ്രദേശത്തും അതിൻ്റെതായിട്ടുള്ള ഇതിന്മേലുള്ള നിലവിലുള്ള. ശ്രീ ജോസഫ് വാഴക്കൻ, താങ്കൾ പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ആലോചിച്ച് ജനവികാരവും സർക്കാരിൻ്റെ ആവശ്യവും, സർക്കാരിൻ്റെ മുന്നോട്ട് പോക്കിന് ധനപ്രതിസന്ധി പരിഹരിക്കാൻ നടപടികൾ ആയിട്ട് വരും. പക്ഷേ അതേസമയം ജനങ്ങളുടെ കാഴ്ചപ്പാട് അതും കണക്കിലെടുക്കേണ്ടി വരും. ഇത് രണ്ടും കണക്കിലെടുത്ത് ഒരു തീരുമാനത്തിലെത്തുന്നതിന് വേണ്ടിയിട്ടാണല്ലോ പാർട്ടി സർക്കാർ ഏകോപന സമിതി, അതുപോലെ തന്നെ ഘടകകക്ഷികളുടെ അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ UDF എന്ന സംവിധാനം. അപ്പോൾ ഇവിടെ സർക്കാർ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു, UDFിലെ ഘടകകക്ഷികൾ അതിനെ എതിർക്കുന്നു, ധനമന്ത്രി തന്നെ അതിനെതിരെ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുന്നു. KPCC ചേർന്നപ്പോൾ വേണ്ടത്ര ചർച്ച നടന്നില്ല, ആലോചന നടന്നില്ല എന്ന വിമർശനം ഉയരുന്നു. ഇവിടെയാണ് സംശയം, ആരാണ് ഈ തീരുമാനമെടുത്തത്? ആര് തീരുമാനിച്ചാലും കേരളത്തിന്റെ ക്യാബിനറ്റ് ആണല്ലോ ആ തീരുമാനമെടുത്തത്. അതുകൊണ്ടാണല്ലോ നടപ്പിലായത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരുപക്ഷെ പിന്നീട് ജനങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ UDFിന്റെ നേതൃത്വം ആലോചിച്ച് അത് ക്യാബിനറ്റിൽ കൊണ്ടുവരിക. അതിനുശേഷം നിയമസഭയിൽ അവതരിപ്പിക്കാനാണെങ്കിൽ നിയമസഭയിൽ അവതരിപ്പിക്കുക. ആ കാര്യത്തിലുള്ള തീരുമാനം അവരെടുക്കണം. ശ്രീ ജോസഫ് വാഴക്കൻ, അവിടെയാണ് ഇന്ന് KPCC യോഗത്തിൽ VD സതീശൻ പറഞ്ഞത് ഓർഡിനൻസ് ആയി ഈ നികുതി വർധന കൊണ്ടുവന്നത് ശരിയായില്ല, നിയമസഭ വിളിച്ചു ചേർത്ത് സഭയിൽ ചർച്ച ചെയ്യണമായിരുന്നു, ഒപ്പം പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യണമായിരുന്നു, UDFിനുള്ളിൽ ചർച്ച ചെയ്യണമായിരുന്നു. അപ്പോൾ ഗുരുതരമായ ഒരു വീഴ്ച നികുതി വർധനയുടെ കാര്യത്തിൽ സംഭവിച്ചു എന്ന പ്രതിപക്ഷത്തിൻ്റെ വിമർശനം അത് ശരിവെക്കുകയല്ലേ നിങ്ങളെല്ലാവരും? അല്ല, അതിനെക്കുറിച്ച് കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു സമിതിയാണ്. സ്വാഭാവികമായും അതാത് പാർട്ടിയുടെ ആളുകളുമായിട്ടുള്ള ഒരു കൺസൾട്ടേഷൻ നടന്നിട്ടുണ്ടാകാം. ഒരു യോഗം വിളിച്ചുകൂട്ടി അതിന്മേൽ നികുതി വർദ്ധിക്കണമോ വേണമോ വേണ്ടയോ എന്നുള്ളതിനെ കുറിച്ചൊരു ചർച്ച സാധാരണഗതിയിൽ
ജനാധിപത്യ മുന്നണിക്കകത്തെ ഒരു കക്ഷികളും നടത്താറില്ല, അങ്ങനെ ഒരു പതിവുമില്ല. എങ്കിലും പ്രധാനപ്പെട്ട നേതാക്കന്മാർ തമ്മിലൊരു കൺസൾട്ടേഷൻ, ജനവികാരം എങ്ങനെയായിരിക്കുമെന്നതിനെക്കുറിച്ചൊരു അസസ്മെന്റ്, ഇതൊക്കെ സാധാരണ നടത്താറുണ്ട്. അതല്ലാതെ പാർട്ടി യോഗങ്ങൾ വിളിച്ചുകൂട്ടി തീരുമാനിച്ചാണ് ഇത് തീരുമാനിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. ദയവായി തുടരുക. ശ്രീ ആന്റണി രാജു, എന്തുകൊണ്ടാണ് ധനമന്ത്രി ആയ താങ്കളുടെ പാർട്ടിയുടെ നേതാവ് ശ്രീ KM മാണി നികുതി വർധന പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ MLA-മാരെയെല്ലാം വിളിച്ചു ചേർത്ത് മന്ത്രിമാരെ ഉൾപ്പെടുത്തി മുഖ്യമന്ത്രിയെ പോയി കണ്ട് നിവേദനം സമർപ്പിച്ചത്? അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു നീക്കം മാത്രമായിരുന്നു. മന്ത്രിസഭയ്ക്കകത്ത് ഇന്നിപ്പോൾ VM സുധീരൻ പറഞ്ഞത് അതാണ്. മുഖ്യമന്ത്രി മാത്രമായി ഇത് ചെയ്തു എന്നാരും വിശ്വസിക്കുന്നില്ല. മന്ത്രിസഭ മൊത്തമായി എടുത്ത ഒരു തീരുമാനമാണ്. അപ്പോൾ KM മാണി ഉൾപ്പെടെ എടുത്ത ഒരു തീരുമാനം, ആ തീരുമാനം ഓർഡിനൻസായി ഇറങ്ങുന്നു. അതിനുശേഷം KM മാണിയുടെ നേതൃത്വത്തിൽ പോയി മുഖ്യമന്ത്രിക്ക് നികുതി വർധനവ് പിൻവലിക്കണം, കുറയ്ക്കണം എന്ന നിവേദനം നൽകുന്നു. ഇതെന്ത് കാപട്യമാണ്? പ്രകാശ്, ഇവിടെ ഇന്ന് ശ്രീ VD സതീഷിൻ്റെതായി നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാചകങ്ങൾ ശരിയാണെങ്കിൽ അത് കേരള കോൺഗ്രസ് പാർട്ടിക്കെതിരെയോ ധനമന്ത്രിക്കെതിരെയോ അല്ല, മറിച്ച് മുഖ്യമന്ത്രിക്കെതിരെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഉരുണ്ടുകൂടുന്ന ഒരു നേതൃത്വ നിരയുടെ ഒരു ഭിന്ന സ്വരമാണെന്ന് കേൾക്കാൻ കഴിഞ്ഞത്. കാരണം ഓർഡിനൻസ് ഇറക്കിയതിനെ കുറ്റപ്പെടുത്തി, നികുതി ഏർപ്പെടുത്തിയതിനെ കുറ്റപ്പെടുത്തി, KSRTC-യിൽ സെസ് ഏർപ്പെടുത്തിയതിനെ കുറ്റപ്പെടുത്തി, ഇതൊക്കെ ആർക്കെതിരെയുള്ള ഒളിയമ്പാണെന്നുള്ളത് ജനങ്ങൾക്ക് വളരെ ക്ലിയർ അല്ലേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസ് പാർട്ടി വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ്, സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന വിധത്തിലുള്ള നികുതി നിർദ്ദേശങ്ങൾ പാടില്ല. ഇവിടെ തന്നെ ഇപ്പോൾ ഭൂനികുതിയുടെ 50% വർദ്ധിപ്പിച്ചതും ഭൂനികുതി വർദ്ധിപ്പിച്ചതും ഭൂമിയുടെ വില 50% വർദ്ധിപ്പിച്ചതും ഇഷ്ടദാനത്തിനും അതുപോലെ തന്നെ ഭാഗപത്രത്തിനും ഒക്കെ തന്നെ രജിസ്ട്രേഷനും ഫീസും ഒക്കെ വർദ്ധിപ്പിച്ചതുമൊക്കെ കേരള കോൺഗ്രസ് പാർട്ടി നേതാവ് ധനകാര്യമന്ത്രിയായ മാണി സാർ അല്ല. അങ്ങനെ ഒരു പ്രചരണം വളരെ ഗൂഢമായ ലക്ഷ്യത്തോടു കൂടി ധനകാര്യമന്ത്രിക്കെതിരെ ചില ആളുകൾ അഴിച്ചുവിടുന്നുണ്ട്. നമുക്കറിയാം, ഇതിനു വേണ്ടി ഒരു സബ് കമ്മിറ്റി നിശ്ചയിച്ചിരുന്നു ക്യാബിനറ്റിൽ. അതിൽ ധനമന്ത്രിയില്ല, ഞങ്ങളുടെ പി ജോസഫ് സാർ മന്ത്രിയില്ല, മറിച്ച് ആരാ ഉണ്ടായിരുന്നത്? കോൺഗ്രസിന്റെ നേതാക്കന്മാരായ ഇലക്ട്രിസിറ്റി വകുപ്പ് മന്ത്രി ശ്രീ ആര്യാടൻ മുഹമ്മദും അതുപോലെ തന്നെ റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ അടൂർ പ്രകാശും അതുപോലെ ഭക്ഷ്യവകുപ്പ് മന്ത്രി ശ്രീ അനൂപ് ജേക്കബും അടങ്ങുന്ന ഒരു സബ് കമ്മിറ്റിയാണ് ഈ നികുതി വർദ്ധിപ്പിക്കുവാനുള്ള നിർദ്ദേശങ്ങൾ ക്യാബിനറ്റിൽ കൊണ്ടുവന്നത്. അന്ന് തന്നെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ മന്ത്രിമാർ ഈ സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന ഈ നികുതി നിർദ്ദേശങ്ങളെ ക്യാബിനറ്റിനുള്ളിൽ എതിർത്തതാണെന്നുള്ള വാർത്ത അന്നും വന്നിരുന്നു. ഈ അടുത്ത് ഇന്നലെയും വന്നിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസ് പാർട്ടിയുടെ സമ്മേളനം യോഗം ചേർന്നെടുത്ത തീരുമാനമാണ് ഈ ഭൂമി വിലയിലുണ്ടായ വർധനവും രജിസ്ട്രേഷൻ ഫീസിലും അതുപോലെ തന്നെ ഇത്തരം ഇടപാടുകളിൽ, അതായത് കുടുംബത്തിനകത്ത് നടക്കുന്ന ധനപരമായ ഇടപാടുകളില്ലാതെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള അച്ഛൻ മകൾക്ക്, അമ്മ മകൾക്ക്, സഹോദരൻ സഹോദരിക്ക് ഇത്തരം ഇടപാടുകളിൽ ഒന്നും തന്നെ സാമ്പത്തികമായ ഇടപാടുകൾ നടക്കുന്നില്ല, ഇഷ്ടദാനത്തിലും ധനനിശ്ചയത്തിലും ഒന്നും തന്നെ. അപ്പോൾ അത്തരം ഇടപാടുകളിൽ വളരെ ജനകീയമായ ഒരു തീരുമാനമാണ് മാണി സാറ് നിയമസഭയിൽ അവതരിപ്പിച്ച് എല്ലാവരും കൈയടിച്ച് പാസ്സാക്കിയത്. വെറും 1000 രൂപ മുടക്കിയാൽ കുടുംബത്തിനകത്തുള്ള ഇത്തരം ക്രയവിക്രയങ്ങൾ നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കെ ഇന്നിപ്പോൾ അത് ലക്ഷങ്ങളായി ഉയർത്തുമ്പോൾ കുടുംബങ്ങളിൽ അന്തഛിദ്രമുണ്ടാകും, സാധാരണ ജനങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കേരള കോൺഗ്രസ് പാർട്ടി പാസാക്കിയ പ്രമേയം ഞങ്ങളുടെ പാർട്ടി ചെയർമാൻ കൂടിയായ മാണി സാറിന്റെ നേതൃത്വത്തിൽ പാർട്ടി നേതാക്കന്മാർ മുഖ്യമന്ത്രിക്ക് നൽകി. ഇത് തിരുത്തേണ്ടതാണ്, ഇത് മാറ്റേണ്ടതാണെന്നുള്ള കാര്യത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി ഉറച്ചു നിൽക്കുന്നു. ഞങ്ങളുടെ തീരുമാനത്തിന് ശേഷം ഈ നിയമസഭയിലെ ഈ ഗവൺമെന്റിലെ രണ്ടാമത്തെ കക്ഷിയായ മുസ്ലിം ലീഗ് ഏതാണ്ട് അതേ പാതയിലേക്ക് വന്നിരിക്കുന്നു. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയും ആ വഴിക്ക് തന്നെ വന്നിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഇത് ആരുടെ നിർദ്ദേശമായിരുന്നു? ഈ നിർദ്ദേശങ്ങൾ ഞങ്ങളുടെ അല്ലല്ലോ. കോൺഗ്രസ് പാർട്ടിക്ക് അത്ര ഒരു അഭിപ്രായം ഉണ്ടായിരുന്നെങ്കിൽ മുഖ്യമന്ത്രി എന്തുകൊണ്ടായി ക്യാബിനറ്റിൽ അത് പറഞ്ഞില്ലല്ലോ? ഈ ഇലക്ട്രിസിറ്റി വകുപ്പ് മന്ത്രിയും റവന്യൂ വകുപ്പ് മന്ത്രിയും അടങ്ങുന്ന സബ് കമ്മിറ്റി കൊണ്ടുവന്ന നിർദ്ദേശം ഞങ്ങളുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ടാണ് ക്യാബിനറ്റിൽ പാസ്സാക്കിയെന്നുള്ള വാർത്ത എല്ലാവർക്കും അറിയുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടി സാധാരണ ജനങ്ങൾക്കുള്ള ഇത്തരം നികുതികൾ ഭാരം അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല എന്നാണ് ഞങ്ങളുടെ തീരുമാനം. ആ തീരുമാനം ഞങ്ങൾ മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. ഇത്തരം ഈ നികുതി നിർദ്ദേശങ്ങൾ കൊണ്ടുവന്നത് ദയവായി താങ്കൾ തുടരുക. ശ്രീ ജേക്കബ് ജോർജ്, ഒന്ന് കോൺഗ്രസിൻ്റെ എതിർപ്പ്, മറ്റൊന്ന് കേരള കോൺഗ്രസിൻ്റെ എതിർപ്പ്, മുസ്ലിം ലീഗിൻ്റെ എതിർപ്പ്,
എല്ലാവരും നികുതി വർധനവിനെ എതിർക്കുന്നു. ഇതൊരു പുതിയ സാഹചര്യമാണ്. ഈ രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാം മന്ത്രിമാർ മന്ത്രിസഭയിലുണ്ട്. അവിടെ എതിർത്തു എന്നാണ് ഇപ്പോൾ ആന്റണി രാജു പറയുന്നത്. ഇത് സംബന്ധിച്ച ഉപസമിതിയിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും പ്രതിനിധികൾ ഉണ്ടായിരുന്നില്ല എന്ന ഗുരുതരമായ ആരോപണവും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഇന്നിപ്പോൾ KPCCയിൽ VD സതീശൻ നടത്തിയ നിശിത വിമർശനം കൂടി കണക്കിലെടുക്കുമ്പോൾ അത് ധനവകുപ്പിനെ കൂടി വിമർശിച്ചിട്ടുണ്ട് VD സതീശൻ. ഇപ്പോഴുള്ള സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം ധനവകുപ്പിൻ്റെ കെടുകാര്യസ്ഥതയാണ് എന്നാണ് VD സതീശൻ പറഞ്ഞിരിക്കുന്നത്. അത് ഇപ്പോൾ സർക്കാരിനെ അറിയിക്കുന്നു എന്ന് KPCC പ്രസിഡന്റും പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ ഇതെന്ത് ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമാണ് രൂപപ്പെടുത്തുന്നത്? എനിക്ക് തോന്നുന്നു രാഷ്ട്രീയമായിട്ട് നോക്കുകയാണെങ്കിൽ ഇത് UDF-നകത്ത് ഒരു അന്തചിത്രം ഉണ്ടാക്കാൻ ഇത് കാരണമായിരിക്കുന്നു. ഇപ്പം ആന്റണി രാജുവിന്റെ വാക്കുകൾ, മുസ്ലിം ലീഗിന്റെ തീരുമാനം, ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത് UDF-നകത്ത് ഒരു അനൈക്യം നിലവിൽ വന്നു കഴിഞ്ഞു, അത് വളർന്നുകൊണ്ടിരിക്കുന്നു എന്നത് തന്നെയാണ്. ഈ നികുതി നിർദ്ദേശത്തിന്റെ ഈ ഘടകകക്ഷികളൊന്നും മനസ്സിലാക്കാത്ത ഒരു കാര്യം, ഇവരെല്ലാവരും കൂടെ കൂടുന്നതാണ് UDF, ഇവരെല്ലാവരും കൂടെ കൂടുന്നതാണ് ഗവൺമെന്റ്. ഈ ഗവൺമെന്റ് എന്തുകൊണ്ട് പരാജയപ്പെട്ടു? ഇവിടുത്തെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ, ഗവൺമെന്റിന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ, നാടിന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ ഈ ഗവൺമെന്റ് മൊത്തത്തിൽ പരാജയപ്പെട്ടു. ഈ മന്ത്രിമാരൊക്കെയും ഇവിടുത്തെ ഘടകകക്ഷികളൊക്കെ ഓരോരുത്തരും ഓരോ മുഖ്യമന്ത്രിമാരായിട്ട് മാറിയിരിക്കുകയാണ്. ഇവരൊക്കെ കൂടി ഭരിച്ച് ഈ നാടിന്റെ വരുമാനം നഷ്ടപ്പെടുത്തി നികുതി ഊർജിതമാക്കിയിട്ടില്ല. വളർച്ചയില്ല. കേരളത്തിൽ വളർച്ചയില്ലല്ലോ. ഒരു പുരോഗതിയില്ല നാടായി മാറിയിരിക്കുന്നു കേരളം. ഇവിടെയാണ് പുരോഗതി. ശ്രീ ജേക്കബ് ജോർജ്, അതിലൊന്നും ആർക്കും തർക്കമില്ല. തർക്കം ഇതാണ്, നികുതി വർധന എങ്ങനെ വന്നു, ആര് ഈ തീരുമാനമെടുത്തു? ഉദാഹരണത്തിന് നമുക്ക് മുസ്ലിം ലീഗ് നേതാവ് KN ഖാദറിൻ്റെ അഭിപ്രായം കേൾക്കാം. നികുതി നിർദ്ദേശം പുനഃപരിശോധിക്കണമെന്നാണ് ഇന്നലെ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം ET മുഹമ്മദ് ബഷീർ ആവശ്യപ്പെട്ടത്. ഇപ്പോൾ ആന്റണി രാജു പറയുന്നു മുസ്ലിം ലീഗിനോടും കേരള കോൺഗ്രസിനോടും ഇത് ചർച്ച ചെയ്തില്ല, ഉപസമിതിയിൽ ആ പാർട്ടികളുടെ പ്രതിനിധികൾ ഉണ്ടായിരുന്നില്ല എന്ന്. എവിടെയാണ് നിങ്ങളുടെ പ്രതിഷേധം രൂപപ്പെടുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ അത് മന്ത്രിസഭയിൽ പറയാതെ പുറത്തു പറയുന്നത്? അല്ല, മുസ്ലിം ലീഗ് പാർട്ടി അങ്ങനെ ഈ നികുതി നിർദ്ദേശം പിൻവലിക്കണം എന്ന പ്രമേയം പാസ്സാക്കിയിട്ടില്ല. മുസ്ലിം ലീഗ് പാർട്ടിയുടെ പ്രതിനിധികൾ സംസ്ഥാന പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം പത്രസമ്മേളനം നടത്തിയപ്പോ ഒരു പത്രക്കാരൻ ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ചപ്പോ ET മുഹമ്മദ് ബഷീർ പറഞ്ഞു, സാധാരണ ജനങ്ങളെ ബാധിക്കാത്ത വിധം അധിക വരുമാനം ഉണ്ടാക്കണം, സാധാരണ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ നികുതി പിരിവ് നടത്തരുത് എന്നാണ് പറഞ്ഞത്. അത് വളരെ ന്യായമായിട്ടുള്ള ഞങ്ങളുടെ അല്ല ശ്രീ KN ഖാദർ, അങ്ങനെ മാത്രമല്ല, നികുതി നിർദ്ദേശം പുനഃപരിശോധിക്കണമെന്ന് പറഞ്ഞു, UDF-ൽ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു. ഇത് രണ്ട് ET ഇന്നലെ ഞാൻ അവിടെ എത്തുന്നില്ലല്ലോ പ്രകാശ്, ഞാൻ എത്തിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ UDF-ൽ ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളത് സത്യമാണ്. കേരള കോൺഗ്രസ് ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിലപാടെടുത്തത് എന്ന് ആന്റണി രാജു പറഞ്ഞു. KPCC യോഗത്തിൽ ഇത് സംബന്ധിച്ച വിമർശനം ഉണ്ടായി എന്ന് ആളുകളിൽ നിന്ന് പത്രമാധ്യമങ്ങളിലൂടെ ഞാൻ അറിയുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിൽ ആരൊക്കെ എന്ത് തരം വിമർശനങ്ങളാണ് ഉന്നയിച്ചത് എന്ന് അറിഞ്ഞുകൂടാ. ഈ പറയുന്നത് സത്യമാണോ അല്ലേന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും KPCC ഒരു പാർട്ടി എന്ന നിലയിൽ ആ പാർട്ടിയുടെ ആളുകൾക്കും ഇതിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ വേണ്ടത്ര ഹോംവർക്ക് ചെയ്യാതെ, ഘടകകക്ഷികളുമായി ആലോചിക്കാതെ, UDF-ൽ ചർച്ച ചെയ്യാതെയാണ് ഈ നികുതി നിർദ്ദേശങ്ങൾ കൊണ്ടുവന്നത് എന്നൊരു തോന്നൽ ആളുകളിൽ ഉണ്ടാക്കാൻ ഈ സാഹചര്യങ്ങളെല്ലാം കൂടി ചേർന്നപ്പോ വഴി ഒരുങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഇത് നടപ്പിലാക്കുന്നതിന് മുമ്പ് UDF-ൽ ഒന്നുകൂടി ഈ വിഷയം ചർച്ച ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ KN ഖാദർ, നികുതി വർധന തീരുമാനിച്ചു, പ്രതിപക്ഷത്തിൻ്റെ എതിർപ്പിനെ തുടർന്ന് വെള്ളക്കരം പോലുള്ള ചില കാര്യങ്ങളിൽ ചില വിട്ടുവീഴ്ചകൾ ചെയ്തു, ബാക്കി നികുതി വർധന ഓർഡിനൻസായി പുറത്തിറങ്ങി. അതിനെക്കുറിച്ചാണ് VD സതീശൻ പറയുന്നത്, ഓർഡിനൻസ് ആയിരുന്നില്ല വേണ്ടിയിരുന്നത്, നിയമസഭയിൽ ചർച്ച ചെയ്യുകയായിരുന്നു വേണ്ടിയിരുന്നത്. അപ്പോൾ നിയമസഭയിൽ ചർച്ച ചെയ്യാതെ, UDF-ൽ ചർച്ച ചെയ്യാതെ, പാർട്ടി സർക്കാർ ഏകോപന സമിതി എന്ന കോൺഗ്രസ് സംവിധാനത്തിൽ ചർച്ച ചെയ്യാതെ ഇത് നടപ്പാക്കുന്നു. നടപ്പാക്കിയ ശേഷം നിങ്ങളെല്ലാവരും നിങ്ങളുടെ പാർട്ടി യോഗങ്ങൾക്ക് ശേഷം പുറത്ത് ഇതിനെക്കുറിച്ച് ഇങ്ങനെ വേണ്ടിയിരുന്നില്ല എന്ന് പറയുന്നു.
ഒരു വലിയ വീഴ്ചയല്ലേ അത്? ജനങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യം ഭരിക്കുന്ന സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട പാർട്ടികൾക്ക് അതിൻ്റെ ഏകോപന സംവിധാനത്തിന് ചർച്ച ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ വിമർശനം ശരിയായിരുന്നു എന്നല്ലേ തെളിയുന്നത്? തീർച്ചയായിട്ടും അത് പ്രതിപക്ഷത്തിന്റെ വിമർശനത്തെ ശരിവെക്കുകയല്ല. ഈ പ്രതിപക്ഷം എന്ന് പറയുന്നവർ കേരളത്തിൽ ഭരണകക്ഷിയായിരുന്ന കാലത്ത് ഇതുപോലെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അവരുടെ ചെയ്തിയുടെ ഫലമായിട്ട് ഇതിനേക്കാൾ സാമ്പത്തിക പ്രതിസന്ധി ഇവിടെ ഉണ്ടായിരുന്നത് വേറൊരു കാര്യം. ഇവിടെ പ്രകാശ് പറഞ്ഞതുപോലെ ചെറിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇത് VD സതീശനോ ആരെ പറഞ്ഞതായാലും വേണ്ടില്ല, നിയമസഭയിൽ ചർച്ച ചെയ്യാൻ അവസരമുണ്ടെങ്കിൽ ചർച്ച ചെയ്തിട്ടാണ് നികുതി നിർദ്ദേശങ്ങൾ കൊണ്ടുവരുന്നത് എപ്പോഴും നന്നായിരിക്കുക. ഓഡിയൻസ് ആയി വരുന്നത് നല്ലതല്ല. അത് ഒരു ജനകീയമായ ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന രാജ്യത്ത് അങ്ങനെ എപ്പോഴും ഓർഡിനൻസ് കൊണ്ടുവരേണ്ട കാര്യമില്ല. നിയമസഭ കൂടുതൽ യോഗം ചേരേണ്ടത് ആവശ്യമാണ്. ഈ ജനകീയ പ്രശ്നങ്ങൾക്ക് ആലോചിക്കുന്നതിന് വേണ്ടി, ചർച്ച ചെയ്യുന്നതിന് വേണ്ടി നിയമസഭയുടെ സമ്മേളനങ്ങളുടെ ദിവസം വാസ്തവത്തിൽ കൂട്ടേണ്ടത് ആവശ്യമാണ്. അങ്ങനെ കൂട്ടി ഇത്തരം കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യേണ്ടത് ആവശ്യമാണ്. അല്ലാതെ ഓർഡിനൻസ് കൊണ്ടുവരുന്നത് ശരിയല്ല. സാമ്പത്തിക പ്രതിസന്ധി ഇവിടെ ഉണ്ടായത് ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തമാണ്. താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ ജേക്കബ് ജോർജ്, ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായം താങ്കൾ കേട്ടു. അപ്പോൾ ഇവരെല്ലാവരും നിയമസഭ വിളിച്ചു ചേർക്കാതെ, പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യാതെ, UDFൽ ചർച്ച ചെയ്യാതെ നികുതി വർധന നടപ്പാക്കിയ നടപടി അത് ശരിയല്ല എന്ന് പറയുന്നു. പ്രതിപക്ഷത്തിൻ്റെ ആക്ഷേപം, പ്രതിപക്ഷത്തിൻ്റെ വിമർശനം അത് ശരിവെക്കുന്നു. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇതിനു മുമ്പ് പല നികുതി വർധനയും നടപ്പായിട്ടുണ്ട്. വിവിധ മുന്നണി സർക്കാരുകൾ നികുതി വർധന നടപ്പാക്കിയിട്ടുണ്ട്. അന്നൊന്നുമില്ലാത്ത രീതിയിൽ മന്ത്രിസഭയെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ കോർണർ ചെയ്ത്, ധനമന്ത്രി ഒഴിഞ്ഞല്ലോ, ഇപ്പോൾ ജേക്കബ് ജോർജ് പറഞ്ഞില്ലേ, മുസ്ലിം ലീഗിനും കേരള കോൺഗ്രസിനും ഉപസമിതിയിലില്ല, അവരാ മന്ത്രിസഭാ യോഗത്തിൽ വിമർശനം ഉന്നയിച്ചു. അപ്പോൾ മുഖ്യമന്ത്രി പാർട്ടിയോട്, മുന്നണിയോട് ആലോചിക്കാതെ നടത്തിയ ഒരു നികുതി വർധന എന്നല്ലേ ധനവകുപ്പിൻ്റെ കൂടി നിലപാട്, മുസ്ലിം ലീഗിൻ്റെ കൂടി നിലപാട്, ഇപ്പോൾ അവസാനം KPCCയുടെ നിലപാട് അത് വ്യക്തമാക്കുന്നത്? അല്ല, എന്തൊക്കെയാണെങ്കിലും അത് സാങ്കേതികമായിട്ട് അങ്ങനെ പറയാം. പ്രത്യേകിച്ച് കോൺഗ്രസിനകത്ത് തന്നെ ഒരു അഭിപ്രായ ഭിന്നത രൂപം കൊണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു നിഗമനത്തിലേക്ക് എത്തുന്നതിൽ കേട്ടില്ല. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്. ഒന്നാമത് ഈ ബജറ്റ്, വാർഷിക ബജറ്റ് എന്തിനാണ് അവതരിപ്പിക്കുന്നത് ധനകാര്യമന്ത്രി? ഒരു വർഷത്തെ വരവ് ചെലവ് കണക്കുകൾ നിയമസഭയിൽ അവതരിപ്പിക്കാൻ വേണ്ടിയാണ്. അതിന്റെ അകത്ത് നികുതി നിർദ്ദേശങ്ങളുണ്ട്, വികസന പരിപാടികളുണ്ട്, പദ്ധതി പ്രവർത്തനങ്ങളുടെ തുക വകയിരുത്തലുണ്ട്. അതൊക്കെ അവതരിപ്പിച്ച് കഴിഞ്ഞിട്ട് കുറെ കാലം കഴിയുമ്പോഴത്തേക്ക്, കുറെ മാസങ്ങൾ കഴിയുമ്പോഴത്തേക്ക് ഇനി ഇത് അടുത്ത ബജറ്റിന് അടുത്ത ഈ വർഷം അവസരത്തിന് 6 മാസം കൂടിയുണ്ട്. അപ്പോൾ വീണ്ടും അധിക നികുതിയുമായിട്ട് വരുന്നു. അങ്ങനെ ആലോചന നടത്തുന്ന ഉപസമിതിയിൽ മുസ്ലിം ലീഗിന്റെയും കേരള കോൺഗ്രസിന്റെ ആൾക്കാരില്ല. ധനകാര്യമന്ത്രി, കേരളത്തിന്റെ ധനകാര്യമന്ത്രിയില്ല, ധനകാര്യമന്ത്രിയുടെ പാർട്ടിയെ പ്രതികരിക്കുന്ന ആരുമില്ല എന്ന് പറയുമ്പോൾ ആന്റണി രാജു പറഞ്ഞത് ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ജനാധിപത്യ കേരളത്തെ ഞെട്ടിപ്പിക്കുന്ന സംഗതിയാണ്, യാതൊരു സംശയമില്ല. എന്താണ് ധനകാര്യമന്ത്രിയെ കേരളത്തിന്റെ സാമ്പത്തിക വരുമാനത്തെ കുറിച്ചുള്ള ചർച്ച ചെയ്യുന്ന യോഗത്തിൽ ഉപസമിതിയിൽ എന്തുകൊണ്ട് ധനകാര്യമന്ത്രി ഇല്ലാതായി എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഈ അരമണിക്കൂറിൽ ഉയർന്നു വരുന്ന ഏറ്റവും പ്രസക്തമായ പ്രധാനപ്പെട്ട ചോദ്യം അതുതന്നെയാണ്. എന്തുകൊണ്ട് സംസ്ഥാനത്തെ ധനകാര്യമന്ത്രി നികുതി നിർദ്ദേശങ്ങൾ തീരുമാനിക്കേണ്ട ഉപസമിതിയിൽ ഇല്ലാതെ പോയി എന്നുള്ളത്, അത് എന്തുകൊണ്ട് അദ്ദേഹം ആ കാര്യത്തിൽ അത് പ്രതിഷേധിച്ചില്ല? രാജു പ്രതിഷേധിച്ചു എന്ന് പറയുന്നുണ്ട്, പക്ഷേ എനിക്കത് വിശ്വസിക്കാൻ വയ്യ. അതിനകത്ത് എന്തൊക്കെയോ അന്തർനാടകങ്ങളുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഡോക്ടർ തോമസ് ഐസക്, ഇപ്പോൾ ഇവിടെ നടന്ന ചർച്ചയിൽ ഇന്നിപ്പോൾ KPCCയിൽ VD സതീശൻ വിമർശനം ഉന്നയിക്കുന്നു. ഇത് ഓർഡിനൻസായി ഇറക്കിയത് ശരിയല്ല, നിയമസഭയിൽ ചർച്ച ചെയ്യേണ്ടതായിരുന്നു, ധനവകുപ്പ് അമ്പെ പരാജയപ്പെട്ടതാണ് പ്രതിസന്ധിക്ക് കാരണം. ഇതിൽ VM സുധീരൻ പറഞ്ഞു ഈ വിമർശനം സർക്കാരിനെ അറിയിക്കുമെന്ന്. കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് ഈ നികുതി നിർദ്ദേശം പുനഃപരിശോധിക്കണമെന്നും UDFൽ ചർച്ച ചെയ്തല്ല എന്നും പറഞ്ഞിരുന്നു. അതിനു മുമ്പ് ധനമന്ത്രി തന്നെ കേരളത്തിന് കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ ഒരു നിവേദനം മുഖ്യമന്ത്രിക്ക് നൽകി. ഇപ്പോൾ ആന്റണി രാജു പറഞ്ഞു ധനമന്ത്രിയെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പ്രതിനിധിയെ ഉൾപ്പെടുത്താത്ത, മുസ്ലിം ലീഗ് പ്രതിനിധിയെ ഉൾപ്പെടുത്താത്ത ഒരു ഉപസമിതിയാണ് നികുതി വർധന ചർച്ച ചെയ്ത് അത് കൊണ്ടുവന്നത്. മന്ത്രിസഭയിൽ ധനമന്ത്രി അതിനോട് വിയോജിച്ചിരുന്നു എന്ന്. എന്തുകൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നു? എന്താണ് ഇത്തരമൊരു മുന്നനുഭവമുണ്ടോ കേരളത്തിൽ? ഇതില്
ഏകോപിച്ചുള്ള പ്രവർത്തനം ഇല്ല എന്ന് വളരെ വ്യക്തമാണ്. അത് പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രിയുടെ ഭരണശൈലിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ചെലവുകള് ഓരോ ക്യാബിനറ്റ് കൂടുമ്പോഴും ഓരോരോ കാര്യങ്ങൾ അങ്ങ് തീരുമാനിച്ചു പോയാൽ അതിന് നോക്കുകാഴ്ചയായിരുന്നു മുക്കുത്തിയായിട്ട് ധനവകുപ്പിന് നിൽക്കേണ്ടി വരിക. ഇങ്ങനെ സ്ഥിതിവിശേഷം കുറച്ച് കഴിയുമ്പോഴത്തേനും ധനവകുപ്പ് എന്നാ പിന്നെ ചെയ്യട്ടെ എന്ന് നിലപാട് സ്വീകരിച്ചിട്ടുണ്ടാവണം. അപ്പോ ഇത് തികച്ചും ഏകോപനമില്ലായ്മയുടെ വരുമാനത്തിനനുസരിച്ച് ചെലവഴിക്കുന്ന തത്വത്തിന്റെ ലംഘനത്തിന്റെ ഫലമായിട്ട് വന്നിട്ടുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ പിന്തുണയില്ലാതെ ഒരു ധനമന്ത്രിക്കും ഒരു അച്ചടക്കവും ധനപരമായിട്ട് കൊണ്ടുവരാൻ കഴിയില്ല. ആ പിന്തുണ ഉണ്ടായിരുന്നില്ല, കൈയഴിച്ചുള്ള ചെലവഴിക്കലായിരുന്നു ഊന്നല് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതേസമയത്ത് സതീശൻ പറഞ്ഞാൽ വളരെ ശരിയുണ്ട്. നികുതി പിരിവ് ഗണ്യമായിട്ട് കുറഞ്ഞു. അതിന് മുഖ്യമന്ത്രിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഞാനിപ്പോ പറയാം. ഇപ്പൊ CNDGയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട്, ആ റിപ്പോർട്ട് പരിശോധിച്ച നടപടിയെടുത്താൽ തന്നെ 19,000 കോടി രൂപ പിരിക്കാം. CAG അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങൾ പറയില്ലല്ലോ. കമ്പ്യൂട്ടറിലുള്ള കണക്ക് വെച്ച് നോക്കിയിട്ട് അതിന്റെ പൊരുത്തക്കേടുകൾ വെച്ച് ആ പൊരുത്തക്കേടുകൾ ഇതിനൊക്കെയാണ് അതിന് ഇത്ര പിഴയോ അധിക നികുതിയും വേണം എന്ന് ഓരോ കച്ചവടക്കാരന്റെ പേരെടുത്ത് വെച്ച് അതിന്റെ തീർപ്പ് CD ഡിസ്ക് എടുത്ത് സർക്കാർ. ഡോക്ടർ തോമസ് ഐസക്, ഈ സാമ്പത്തിക വശങ്ങൾ അത് നമ്മൾ ഏറെ ചർച്ച ചെയ്തതാണ്. ഇതിനപ്പുറം ഇതിലൊരു രാഷ്ട്രീയം രൂപപ്പെടുന്നില്ലേ? കാരണം പാർട്ടികൾ എല്ലാം ഇതിനെ എതിർക്കുന്നു. സർക്കാർ ഒരു ഭാഗത്ത്, അതല്ലെങ്കിൽ ധനമന്ത്രി കൂടി കൈയൊഴിഞ്ഞതോടെ മുഖ്യമന്ത്രി ഒരു ഭാഗത്ത്, ആ മുന്നണിയിലെ രാഷ്ട്രീയ പാർട്ടികളും അതിൻ്റെ നേതൃത്വമെല്ലാം മറുഭാഗത്ത്. അവർ പറയുന്നു ഈ നികുതി വർധന ശരിയായില്ല, ഇത് വേണ്ടത്ര കൂടിയാലോചന ഉണ്ടായിട്ട് നടത്തിയ ഒന്നല്ല, ഇത് നിയമസഭയിൽ ചർച്ച ചെയ്യേണ്ടതായിരുന്നു, ഓർഡിനൻസ് ഇറക്കിയത് ശരിയല്ല. അതൊരു പുതിയ രാഷ്ട്രീയ സാഹചര്യമല്ലേ ഈ സാമ്പത്തികമായ കണക്കുകൾക്കപ്പുറം? സംശയം വേണ്ട. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രതിപക്ഷം ഒന്നാം ദിവസം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ. നിയമസഭ വിളിച്ചുകൂട്ടാതെ ചെയ്യുന്നത് ശരിയല്ല, നിയമസഭ വിളിച്ചുകൂട്ടുന്നത് തടസ്സമില്ല, അവർക്ക് ഭൂരിപക്ഷമുണ്ട്, പാസ്സാക്കിയെടുക്കാം. പക്ഷെ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാം, ഒരുമിച്ച് പരിശോധന നടത്താം, അതിന് തയ്യാറാവാം. ഡോക്ടർ തോമസ് ഐസക്, ഇത് നിങ്ങൾക്ക് പ്രതിപക്ഷം എന്ന നിലയിൽ പറയാനുള്ള കാര്യങ്ങൾ നിയമസഭയിൽ പറയണം എന്നല്ല ഇപ്പോൾ ഘടകകക്ഷികൾ പറയും. നിങ്ങളെക്കാൾ അപ്പുറം പറയുകയാണ്. ഞങ്ങളോട് ആരോടും ആലോചിച്ചിട്ടില്ല, ഒരു പാർട്ടിയിലും ചർച്ച ചെയ്തിട്ടില്ല, UDF സംവിധാനത്തിൽ ചർച്ച ചെയ്തിട്ടില്ല, ഇത് ശരിയല്ല എന്ന് പ്രതിപക്ഷത്തിന് അപ്പുറം കടന്ന് പറയുകയാണ് ഭരണപക്ഷത്തെ പാർട്ടികൾ, പ്രധാന കക്ഷിയായ കോൺഗ്രസിന്റെ പ്രതിനിധികൾ. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇതെന്ത് രാഷ്ട്രീയം? ഇടതുപക്ഷത്തിന്റെ പ്രതിപക്ഷത്തിന്റെ നികുതി സംബന്ധിച്ചുള്ള വലിയ ക്യാമ്പയിന് ജനങ്ങളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്വീകാര്യത, ആ സ്വീകാര്യത എല്ലാ രാഷ്ട്രീയക്കാർക്കും മനസ്സിലാവുന്നുണ്ട്. ജനങ്ങൾക്ക് ഇത് ഇഷ്ടമല്ല എന്നുള്ളത്. അപ്പോ KM മാണി എന്താ പറയണ്ടേ? അദ്ദേഹം നടപ്പാക്കിയെന്നാണോ? അദ്ദേഹം സത്യം പറയുന്നു. ഈ കാര്യം ഇതെന്ത് വേണം വേണ്ട എന്നുള്ളത്, ഏതൊക്കെ നികുതി വേണമെന്നുള്ളത് ധനമന്ത്രി അല്ലല്ലോ പ്രഖ്യാപിച്ചത്, മുഖ്യമന്ത്രി അല്ലേ പ്രഖ്യാപിച്ചത്. എനിക്കതിൽ പങ്കില്ലെന്ന് അദ്ദേഹം പറയുന്നു. മറ്റ് ഘടകകക്ഷികളും യാഥാർത്ഥ്യം അവര് അറിഞ്ഞ് ചർച്ച ചെയ്തിട്ടുള്ള തീരുമാനമെടുത്തെന്ന് പറയുന്നു. കോൺഗ്രസ് തന്നെ പറഞ്ഞു വെക്കുന്നു. പിന്നെ ഫലം വെച്ചാൽ ഉമ്മൻചാണ്ടി ഇതുപോലെ ഒറ്റപ്പെട്ടു വന്നിട്ടുള്ള സന്ദർഭങ്ങൾ അപൂർവമാണ്. വളരെ വ്യക്തമാണ്, ഉമ്മൻചാണ്ടി ഒറ്റപ്പെട്ടിരിക്കുന്നു. ശ്രീ ആന്റണി രാജു, ഉമ്മൻചാണ്ടി ഒറ്റപ്പെട്ടിരിക്കുന്നു എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ നിരീക്ഷണം. ഘടകകക്ഷികളും കോൺഗ്രസ് പാർട്ടിയും പറയാതെ പറയുന്നത് അതാണ്. ഇപ്പോൾ ശ്രീ ജേക്കബ് ജോർജ് ചോദിച്ചല്ലോ, എന്തുകൊണ്ട് ധനമന്ത്രിയെ മാറ്റി നിർത്തി എന്ന്. ഉപസമിതിയിൽ നിന്ന് മാറ്റി നിർത്തി, ഇതിൻ്റെ കൂടിയാലോചനകളിൽ നിന്ന് മാറ്റി നിർത്തി. താങ്കൾ പറഞ്ഞ അനുസരിച്ചാണ് ധനമന്ത്രി തന്നെ ഈ നികുതി വർധനയെ മന്ത്രിസഭയ്ക്കകത്ത് എതിർത്തു. ഇപ്പോൾ പുറത്താ പാവം ഒരു നിവേദനവുമായി, കേരളത്തിന് കേട്ടുകേൾവിയില്ല, നിവേദനവുമായി മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ചെല്ലുന്നു, അയ്യോ ഈ നികുതി വർധന ഒന്ന് പിൻവലിക്കണമല്ലോ എന്ന് പറഞ്ഞ്. നാണമില്ലേ കേരള കോൺഗ്രസ് എമ്മിന്?
കേരള കോൺഗ്രസ് പാർട്ടിക്ക് ആർജവം ഉള്ളതുകൊണ്ടാണല്ലോ പരസ്യമായി, രഹസ്യമായിട്ടൊന്നുമല്ലോ, നാണം കുണിങ്ങിയൊന്നുമല്ലോ ഞങ്ങൾ പോയത്. ഞങ്ങളുടെ ധനകാര്യ വകുപ്പ് മന്ത്രി, ഞങ്ങളുടെ ജലസേന വകുപ്പ് മന്ത്രി, ഞങ്ങളുടെ പാർട്ടി ലീഡേഴ്സ്, MLA ഒരുമിച്ച് എന്ന് മുഖ്യമന്ത്രിയോട് നട്ടല് നിവർത്തിക്കൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇത് പിൻവലിക്കണമെന്ന്. അതുകൊണ്ട് അതിൽ നിന്ന് വളരെ ക്ലിയർ അല്ലേ ഈ പാവത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിക്ക് പങ്കില്ല എന്ന്. ഇവിടെ ബഹുമാനായ ശ്രീ ജേക്കബ് ജോർജ് സൂചിപ്പിച്ച ഒരു വസ്തുതയുണ്ട്. നിയമസഭയിൽ ബഡ്ജറ്റിലൂടെയാണ് വരവും ചെലവും ഒക്കെ പ്രതീക്ഷിക്കുന്ന കണക്കുകൾ അവതരിപ്പിച്ചുകൊണ്ട് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഓരോ ക്യാബിനറ്റിൽ വെച്ച് ഇലക്ട്രിസിറ്റി ബോർഡിന് 400 കോടി, ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് 200 കോടി, മറ്റൊരു ക്യാബിനറ്റിൽ വെച്ച് വീണ്ടും ഇലക്ട്രിസിറ്റി ബോർഡിന് 150 കോടി, ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് 350 കോടി, ഇങ്ങനെ കൊടുക്കുവാൻ ഓരോ ക്യാബിനറ്റിൽ വെച്ച് ഇങ്ങനെ കണക്കുകൾ നിരത്താതെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ബജറ്റ് അവതരിപ്പിച്ച കേരളത്തിൽ ആ രംഗത്ത് ഏറ്റവും പ്രഗത്ഭമതിയായി വിലയിരുത്തപ്പെട്ട ഒരു ധനമന്ത്രി, ആ ധനമന്ത്രിയുടെ ഈ ഗതികേട് അതല്ലേ ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത്? കണക്കുകൾക്കപ്പുറം രാഷ്ട്രീയം. ഒരിക്കലും അല്ലല്ലോ. ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞല്ലോ, ഇതിലെങ്ങനെയാ ധനമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കുക? ധനമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിന്റെ കണക്ക് വെച്ചാണോ ഇവിടെ ഭരണം നടക്കുന്നത്? ക്യാബിനറ്റിൽ ഇത്തരം തീരുമാനം എടുക്കുന്നതിന് ധനമന്ത്രി മാത്രമാണോ ഉത്തരവാദി? ഞാൻ നേരത്തെ പറഞ്ഞ ഓരോ വകുപ്പുകൾ അഡീഷണൽ ആയിട്ട് ഓരോ ക്യാബിനറ്റിലും കൊണ്ടുവച്ച് 100 കണക്കിന് കോടി രൂപയുടെ ബാധ്യത ചെലവ് കൂട്ടണമെന്ന് ആവശ്യപ്പെടുമ്പോൾ പാസ്സാക്കി കൊടുക്കുന്നതിന് ഉത്തരവാദി ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്. ഞാനൊരിക്കലും കരുതുന്നില്ല അങ്ങനെ ഉത്തരവാദിത്തമുള്ള ആരെങ്കിലും ധനകാര്യ വകുപ്പിന് പറയുന്നു. അതുപോലെ തന്നെ KPCC യോഗത്തിൽ ശ്രീ VD സതീശനും ഈ ധനപ്രതിസന്ധിക്ക് കാരണം ധനകാര്യ വകുപ്പ് മന്ത്രിയാണെന്ന് പറഞ്ഞതായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ പറയുവാനുള്ള ധൈര്യം കോൺഗ്രസ് പാർട്ടി KPCCക്ക് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അങ്ങനെയാണെങ്കിൽ KPCC ഇന്നത് പറയുമായിരുന്നല്ലോ. KPCCയുടെ അകത്ത് നടന്ന ചർച്ചകളെക്കുറിച്ച് വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മുഖ്യമന്ത്രിക്കെതിരെ ഒരു വലിയ ശക്തമായ വിഭാഗം കോൺഗ്രസ് പാർട്ടിയിൽ രൂപപ്പെട്ടു വരുന്നു. അതിൻ്റെ പ്രതിധ്വനികളാണ് ഗവൺമെന്റ് എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളെയും. ഇതിൽ മാത്രമല്ലല്ലോ കസ്തൂരിരംഗൻ വിഷയത്തിൽ, അതുപോലെ സമയക്കുറവ് മൂലം അവസാനിപ്പിക്കുകയാണ്. ശ്രീ ആന്റണി രാജു പറഞ്ഞതാണ് അവസാനം എത്തിച്ചേരുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ ഒരു പടയൊരുക്കം നികുതി വർധനയുടെ കാര്യത്തിലും ഉണ്ടായിരിക്കുന്നു. അത് ഘടകകക്ഷികളിൽ നിന്ന് മാത്രമല്ല KPCCയിൽ നിന്നും. വളരെ നന്ദി ഡോക്ടർ തോമസ് ഐസക്, ശ്രീ ആന്റണി രാജു, ശ്രീ വാഴക്കൻ, ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ KNA ഖാദർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.